ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രിജീസ് വ്ളോഗ്സ്. ഞങ്ങൾ ഗുരുവായൂർ പോയൊരു വ്ളോഗാണ്. ഞാനും ഏട്ടനും ചിക്കുവും കൂടിയാണ് പോയിട്ടുള്ളത്. അപ്പൂസ് വരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങ് പോയതാണ്. ഭഗവാനെ കാണണമെന്ന് തോന്നി. അങ്ങനെ പെട്ടെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല പോയത്. അങ്ങനെ ട്രെയിൻ ടൈം നോക്കിയപ്പം നമുക്ക് കൊട്ടാരക്കരയിൽ നിന്ന് 6:30 6:15 6:30ക്കകത്ത് ട്രെയിനുണ്ട്. ആ ട്രെയിനിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 2:30 രാവിലെ 2:30 ആകുമ്പോഴത്തേക്കും നമുക്ക് ഗുരുവായൂർ എത്താൻ പറ്റും. പക്ഷെ ഞങ്ങൾ അവിടെ വന്ന് ട്രെയിനിന് വെയിറ്റ് ചെയ്തിരുന്ന്. പക്ഷെ ട്രെയിൻ ടൈം അങ്ങ് ഒരു മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ട്രെയിൻ ആലുവയിൽ എന്തോ പ്രശ്നമായിട്ട് ആലുവ വരെ ഉള്ളായിരുന്നു ട്രെയിൻ. ആലുവയല്ല, എറണാകുളം വരെ. അപ്പം ഞങ്ങൾ പിന്നെ ആ ട്രെയിനകത്ത് എറണാകുളത്ത് ഇറങ്ങി. പിന്നെ ബസ്സിൽ പോകാമെന്നൊക്കെ ഏട്ടൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേണ്ട, ട്രെയിൻ തന്നെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ട്രെയിനകത്ത് തന്നെ പോകാൻ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ട്രെയിൻ വന്നു. ഏതാണ്ട് 6:30 ആവാറായപ്പോഴത്തേന് ട്രെയിൻ വന്നു. 6:30 ആയപ്പോഴത്തേനും വന്ന് ട്രെയിനകത്ത് ഞങ്ങൾ കയറിയിട്ട് എറണാകുളത്തേക്കാണ് ടിക്കറ്റ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനകത്ത് കയറി എറണാകുളത്തെത്തി. എറണാകുളത്ത് ഏതാണ്ടൊരു 11:20 ആയപ്പോഴത്തേനും നമ്മൾ എറണാകുളം എത്തി. പക്ഷേ ഭയങ്കരമായിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. അതിലും വലിയ വേടെന്തോലും ആയിരിക്കും പറയേണ്ടുന്നത്. എറണാകുളം എത്തി ഞങ്ങൾ അവിടെ ഒരു 2-2.5 മണിക്കൂറോളം അവിടെ പെട്ടുപോയി. ബസ്സൊന്നും പറയാനില്ല. വെയിറ്റ് ചെയ്ത് അവസാനം ഞങ്ങൾ ഏതോ ഒരു ബസ് ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞ് വന്ന ബസ്സിൽ എങ്ങനെയൊക്കെയോ കയറിപ്പറ്റി ഗുരുവായൂരെത്തി. ഗുരുവായൂരെത്തിയിട്ട് ആ ബസ്സിലൊന്നും എല്ലാ ബസ്സും ബുക്ക് ചെയ്ത് വരുവാണ്. നമുക്ക് ബുക്ക് ചെയ്യാനെന്നുള്ളൊരു സീറ്റില്ല. നമ്മൾ വണ്ടി നോക്കുമ്പം വണ്ടിയില്ല, സീറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ എറണാകുളത്ത് വെച്ച് തന്നെ ഭയങ്കര വിഷമിച്ച്. ഭഗവാനെ കാണാൻ പറ്റത്തില്ല, എന്തൊരു ദുരിതപ്പെട്ട യാത്രയായിപ്പോയല്ലോ എന്നൊക്കെ അങ്ങ് വിചാരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി എല്ലാം അവിടെ തന്നെ ഫ്രഷായി, റൂമെടുത്ത് ഫ്രഷായി. ഏതാണ്ട് 5:30 ആയപ്പോഴത്തേന് നമ്മൾ അമ്പലത്തിലെത്തിയപ്പോഴത്തേന് ഒരു രക്ഷയില്ലാത്ത തിരക്ക്. പിന്നെയും പരീക്ഷണം. എന്നിട്ടും വേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ സ്പെഷ്യൽ ക്യൂവിലൊന്നും കയറാതെ തന്നെ നമ്മൾ ക്യൂവിൽ കയറി നിന്ന് സഹസ്രനാമമൊക്കെ ജപിച്ച് അവിടെ വെയിറ്റ് ചെയ്ത്. എന്നിട്ട് സഹസ്രനാമമൊക്കെ ജപിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ കുറേയൊക്കെ അങ്ങ് നിന്നും ഇരുന്നും ഒക്കെ ആയപ്പോഴത്തേന് നമ്മൾ തലേന്ന് ഉറങ്ങാതെയും ഭയങ്കര ക്ഷീണവും ഉറക്കക്ഷീണം വരുന്നു. കാല് ഭയങ്കര വേദന. പിന്നെ ഒട്ടും ഒരു രക്ഷയില്ല, നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് അങ്ങനെ ക്യൂ ഒട്ടും നീങ്ങുന്നില്ല. ക്യൂ അങ്ങനെ നിശ്ചലമായിട്ട് തന്നെ നിൽക്കുവാണ്. നമുക്ക് ആ ഒരു നമ്മുടെ ക്യൂവിൻ്റെ ഒരു സ്ട്രെങ്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 12 മണിയായാലും നമ്മളങ്ങ് ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോലും എത്തത്തില്ല. അത്രയ്ക്ക് ക്യൂ കിടക്കുവാണ്. ക്യൂ നീങ്ങുന്നുമില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് കാലുവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. ഇറങ്ങി അങ്ങ് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് ചിക്കു അപ്പോഴത്തേന് ബഹളമായി. എനിക്ക് വയ്യ, പോവാമെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കായി, ബഹളമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എത്ര നേരം ആയില്ലേ, നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഏതാണ്ട് അരമണിക്കൂറുകൂടെ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഒട്ടും അങ്ങ് വയ്യാതായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ക്യൂവിൽ നിന്ന് കരയുവാണ്. ഭഗവാനെ കൃഷ്ണ, ഗുരുവായൂരപ്പ, അവിടെ വരെ വന്നിട്ട് കാണാൻ പറ്റത്തില്ലേ, ഭഗവാനെ കാണാതെ പോവേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉറക്കെ കിടന്ന് നിലവിളിച്ചു, കരഞ്ഞു. കണ്ണടച്ച് പ്രാർത്ഥിക്കുവാണ്. ഭഗവാനെ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വരെ വന്നിട്ട് ഭഗവാനെ കാണാതെ പോവേണ്ടി വരുമല്ലോ, ക്യൂവിൽ കയറാതെ തന്നെ അവിടെ ഫ്രണ്ടിൽ നിന്ന് തൊഴുതിട്ട് അങ്ങ് ഡിസിഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് കണ്ണ് തുറന്ന് നോക്കിയപ്പം ക്യൂ നീങ്ങുവാണ്. ക്യൂ പിന്നെ നിന്നിട്ടേ ഇല്ല, ഒരു രക്ഷയില്ല. അപ്പം തന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ക്യൂ പിന്നെ നിന്നിട്ടേ ഇല്ല. പിന്നെ ക്യൂ നീങ്ങി ഞങ്ങൾ സുഖമായിട്ട് അകത്ത് കയറി ഭഗവാനെ സുഖമായിട്ട് കണ്ട് തൊഴുത്. അപ്പോൾ നമ്മളവിടെ ഫോണും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പുറത്തിറങ്ങിയിട്ടാണ് നമ്മൾ ഫോട്ടോയൊക്കെ പിന്നെ എടുത്തതൊക്കെ. അതും ഭയങ്കര ആളാണ്. അങ്ങനെ വന്ന് പിന്നെ ബുദ്ധിമുട്ടി കുറേ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ നേരമൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ വിശപ്പ് സഹിക്കാൻ വയ്യ. പിന്നെ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി, ഹോട്ടൽ ശ്രീകൃഷ്ണ എന്ന് പറയുന്നൊരു ഹോട്ടലിൽ കയറി നമ്മൾ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോരാൻ തീരുമാനിച്ചു. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് ടയേർഡായി. അത് കഴിഞ്ഞ് നമ്മൾ എന്നാൽ നമുക്ക് ട്രെയിൻ ഉണ്ടോ നോക്കാം, ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ നമ്മൾ പോയി. അവിടെ ചെന്ന് ട്രെയിൻ ഉണ്ടോ നോക്കിയപ്പം 1:30 ഉള്ളൂ. നമ്മൾ ഭഗവാനെ തൊഴുവാൻ കയറിയത് 9:36 ആയപ്പോഴത്തേന് നമ്മൾ അകത്ത് കയറി, തൊഴുവാൻ കയറി. തിരിച്ച് നമ്മൾ 10:30 ആയപ്പോഴത്തേന് തൊഴുതൊക്കെ ഇറങ്ങി.
പിന്നെ നമ്മൾ 11:30 12 മണി 11:30 ആയിട്ടേ ഉള്ളൂ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട്. അപ്പോൾ പിന്നെ 1:30 ട്രെയിൻ നിറഞ്ഞ് പിന്നെ നമ്മൾ എന്നാൽ ബസ്സിൽ പോരാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗുരുവായൂർ ബസ് സ്റ്റേഷനിൽ വന്ന് KSRTC ബസ് സ്റ്റേഷനിൽ വന്ന് അവിടെ വന്നപ്പോഴും അതുപോലത്തെ തന്നെ അവസ്ഥ, ബസ്സില്ല. നമുക്ക് കൊല്ലവും ഇല്ല കൊട്ടാരക്കരയും ഒന്നും കാണുന്നില്ല. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ അങ്ങ് നമ്മൾ ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാം ഒരു കൊട്ടാരക്കര കിടക്കുന്നത്. അപ്പോഴേ ചെന്ന് കൊട്ടാരക്കര വണ്ടിയിൽ കയറി. പക്ഷേ ആ വണ്ടിയും അത് കണക്ക് തന്നെ ഭയങ്കര സ്ലോയിലായിരുന്നു. ബസ്സിൽ നമ്മൾ കൊട്ടാരക്കര ബസ്സിലാണ് കയറി വന്നത്. പക്ഷേ ആ ബസ്സിൽ നമുക്ക് ഭയങ്കര ലാഗായിരുന്നു. സൂപ്പറായിരുന്നു ബസ്, എങ്കിലും നമുക്ക് യാത്ര ഭയങ്കര ലാഗായിരുന്നു. പിന്നെ നമുക്ക് സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഇരിക്കാൻ പറ്റി, സേഫായിട്ട് ഇരുന്നൊക്കെ വരാൻ പറ്റി. പക്ഷേ ഇത്രയും മണിക്കൂർ നമ്മളങ്ങനെ ഇരുന്നൊക്കെ അങ്ങ് ടയേർഡായി. പിന്നെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് ഇങ്ങ് പോരുന്നു. പിന്നെ ഭഗവാനെ കാണണമെന്ന് നമ്മൾ വിചാരിച്ചാൽ മാത്രം പോരാ, ഭഗവാൻ കൂടി വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ദർശനം സാധ്യമാകത്തുള്ളൂ. അതെനിക്ക് നല്ല രീതിയിൽ ബോധ്യമായി. എനിക്ക് പലതവണ അങ്ങനെ ബോധ്യമായിട്ടുള്ളതാണ്. ഇത്തവണ ഉണ്ടായ അനുഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. ഭഗവാനെ നല്ലതായിട്ട് നല്ല രീതിയിൽ കണ്ട് തൊഴുവാൻ പറ്റി. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഓൾ.